ബാക്കി എല്ലാ പോർഷനും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും 10 എന്ന് പറയുന്നില്ല. ഇംഗ്ലീഷിനോ മലയാളത്തിലോ അല്ലെങ്കിൽ ജി കെയിലോ ഫുള്ള് കിട്ടുമോ എന്ന് പറയുന്നില്ല. ജി കെ ഒരു 50 ചോദ്യം ഉണ്ടായിരുന്നു. മൗലിക കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് അല്ലെ. വികേന്ദ്രീകൃത ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, മൗലിക കടമകൾ, ഇതൊക്കെ കടമെടുത്തത് വികേന്ദ്രീകൃത ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും മൗലിക കടമകളും കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഏതാണ്? ശിവശക്തി പോയിന്റ്. പേര് കൊടുത്തത് നരേന്ദ്രമോദിയാണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ 2ന്റെ തന്നെയാണ് പറഞ്ഞത്. 2നും ഇത് തന്നെയാണ് അല്ലെ. ചന്ദ്രയാൻ 2നും ഇത് തന്നെയല്ലേ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ വള്ളത്തോളിന്റെ കൃതിയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. LDC ഹോട്ട് ടോപ്പിക്സ് ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഒരു 150 ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സെലക്ഷൻ ആയിട്ടുള്ള കുറേ ടോപ്പിക് ഉണ്ടല്ലോ. ഏതാ? പാർലമെന്റ് മന്ദിരം, വനിതാ സംവരണ ബില്ല്, നോബൽ സമ്മാനങ്ങൾ, പരിസ്ഥിതി പ്രമേയങ്ങൾ, ദിനങ്ങൾ പ്രമേയങ്ങൾ, ചുഴലിക്കാറ്റുകൾ, അതുപോലെ മന്ത്രിസഭ, അങ്ങനെ കറണ്ട് ആയിട്ടുള്ള കുറേയും അതുപോലെ കൊച്ചു കൊച്ചു ഹോട്ട് ടോപ്പിക്സ് എല്ലാം അതാവണമെന്നില്ല. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ വരുന്ന LDC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു സേഫ് സോണിൽ ആക്കി തരാൻ വേണ്ടി എന്നാൽ ശ്രമം നടത്തുകയാണ്. അത് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഒരു 10 ചോദ്യമെങ്കിൽ 10 ചോദ്യം, മൊത്തം നിങ്ങൾക്ക് ഒരു 50 GK ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 10 ചോദ്യം എൻ്റെ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നാൽ അത് തന്നെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും ഒരു റിവിഷനും ആവുകയും ചെയ്യും. നിങ്ങൾ പഠിച്ചവർക്ക് ഒരു റിവിഷൻ. അപ്പം തിരുവനന്തപുരം പരീക്ഷ വരുന്നു, അതിനു മുമ്പ് മാക്സിമം അത്രയും ടോപ്പിക്കുകൾ ക്ലാസ്സിൽ തരിക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു പ്രയോജനപ്പെടട്ടെ എന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും ഉണ്ടാവണം. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എൻ്റെത് മാത്രം ആശ്രയിച്ചിരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തരുന്നത്. നിങ്ങൾ കറക്റ്റ് ടോപ്പിക്കും സിലബസും അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കണം. ചിലർ ഇത് മാത്രം നോക്കി അത് മാത്രം പഠിക്കുക, അങ്ങനെയല്ല നോക്കട്ടെ. സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം. അതായത് ഹിസ്റ്ററി എടുത്താൽ ഹിസ്റ്ററിയിലെ ഇത്ര ഭാഗങ്ങൾ, ജിയോഗ്രഫിയിലെ ഇത്ര ഭാഗങ്ങൾ കുറേശ്ശെ തീർക്കുക. അതുപോലെ IT മേഖല, കല, സാഹിത്യം, സിനിമാ മേഖല, അതെല്ലാം നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ പഠിക്കുകയും ചെയ്യണം. എപ്പോഴാണോ ഫ്രീ കിട്ടുന്ന സമയം അതനുസരിച്ച് എൻ്റെ ഈ ഭാഗങ്ങളും കൂടെ നോക്കി പോവുക. എന്നാൽ പറ്റുന്നത് ഒരു റിവിഷൻ നടത്തി തരികയാണ്. കാരണം മനസ്സിൽ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ പലരും. ഇനി തിരുവനന്തപുരത്തിന്റെ എങ്ങനെയായിരിക്കും, ആദ്യ ഘട്ടക്കാരിനി എങ്ങനെയായിരിക്കും എന്നൊക്കെ പല ചോദ്യങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, മുമ്പിൽ വരുന്ന പരീക്ഷയ്ക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തായാലും എഴുതാൻ പോവുകയാണ് അല്ലെ. ഇപ്പം കണ്ട വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ കഴിഞ്ഞ ആഴ്ച നടന്നായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളില്ല. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെല്ലാം മെനക്കെട്ടാൽ പുറത്തുനിന്ന് ചില കുട്ടികൾക്ക് തോന്നുന്നു ഇത് പാടായിരുന്നല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഹാളിലിരുന്ന് ആത്മവിശ്വാസത്തോടെ എഴുതിയ പല കുട്ടികൾക്കും 70 മേളിൽ പോയിട്ടുണ്ട്, 60 മേളിൽ പോയിട്ടുണ്ട്. ഇത് പലർക്കും സാറേ ഭയങ്കര പാടാണ്. ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു കണക്ക് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. സമയം എടുക്കുന്ന കണക്കാ. ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ സമയം എടുക്കുന്ന കണക്കാ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി എല്ലാ പോർഷനും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും 10 എന്ന് പറയുന്നില്ല. ഇംഗ്ലീഷിനോ മലയാളത്തിലോ അല്ലെങ്കിൽ ജി കെയിലോ ഫുള്ള് കിട്ടുമോ എന്ന് പറയുന്നില്ല. ജി കെ ഒരു 50 ചോദ്യം ഉണ്ടായിരുന്നു. മാക്സിമം ഒരു 40-42 മാർക്ക് സാധാരണ ഒരു ഹാളിൽ സ്വസ്ഥമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഓപ്ഷൻ അനുസരിച്ച് ചെയ്ത ഒരു സീനിയർ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ടൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അവസാന നിമിഷം കുറച്ച് പഠിച്ചവർക്കായിരിക്കും അത് പാട്. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. മാർക്ക് കുറവുള്ളവരോ മാർക്ക് കൂടിയുള്ളവരോ ഇനി നമുക്കൊന്നും തിരുത്തി വെക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് പോയി ഇനി എഴുതി ചേർക്കാനും പറ്റില്ല. വിഷമിച്ച് കുത്തിയിരുന്നാൽ നിങ്ങളുടെ നല്ല സമയമല്ലേ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. ആൺകുട്ടികളുടെ പോലീസിനേക്കാൾ ഒരു കുറച്ചും കൂടെ പാടായിരുന്നു ഇത്. അതുകൊണ്ട് കട്ട് ഓഫിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. എന്നാൽ നിങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വിഷമിച്ചോ ഇരിക്കുക, എനിക്ക് ഇത്രയേ ഉള്ളല്ലോ, ഞാൻ ഇതിനെയെന്ന് പറഞ്ഞിരുന്നതാണല്ലോ, ആയിക്കോട്ടെ. ചിലപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് നല്ല സേഫ് സോണിലെ മാർക്ക് തന്നെയായിരിക്കും. കുഴപ്പമൊന്നും വരത്തില്ല. വളരെ കുറച്ച് പേര് 70 മേളിലോ 60 മേളിലോ ഒക്കെ കടന്നു എന്ന് പറയുമെങ്കിലും അതൊന്നും നോക്കണ്ട. ഏകദേശ രൂപമല്ലേ കട്ട് ഓഫ് വരും. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിഷമിക്കരുത്. പിന്നെ അടുത്ത പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. LD ക്ലർക്ക് വരുന്നുണ്ട്, LGS വരുന്നുണ്ട്, ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഒത്തിരി നിങ്ങളുടെ പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി പഠിച്ചു. ഈ പഠിച്ചതൊക്കെ ചിലപ്പോൾ മറ്റു പരീക്ഷകൾക്കായിരിക്കും അതിനേക്കാൾ സ്കോർ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് മനസ്സിൽ ടെൻഷൻ അടിച്ചിരിക്കരുത്. ഇന്നോട് ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രയോജനപ്പെടട്ടെ എന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, ഒരു ദിവസം 5 ടോപ്പിക്ക് വീതം കൊണ്ടുവരികയും കുറച്ചു നേരം റിവിഷനും കൊണ്ടുവരും. 5 ടോപ്പിക്ക് സെലക്ട് ചെയ്ത് മെയിൻ ആയിട്ട് 5 ടോപ്പിക്ക് അങ്ങനെ 5 വെച്ചായിരിക്കും ഓരോ ദിവസവും. ചില ദിവസങ്ങളിൽ 5ൽ കൂട്ടിത്തരാം പരീക്ഷ അടുക്കുന്ന സമയം. പിന്നെ കുറച്ചു നേരം റിവിഷനുമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ ആദ്യം കുറച്ച് റിവിഷൻ നടത്തിയിട്ട് ഇന്നത്തെ 5 ടോപ്പിക്കിലേക്ക് പോകട്ടെ. ഇന്ന് ആദ്യത്തെ കുറച്ച് റിവിഷനിലേക്ക്. ഈ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്ര?
എത്രയാണെന്നറിയാമോ? സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 1978 44 ഭരണഘടനാ ഭേദഗതി അല്ലെ? 1978 44 ഭരണഘടനാ ഭേദഗതി അല്ലേ? ആ സമയത്ത് പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയും പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ മൊറാർജി ദേശായി ആണ് അല്ലെ? പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ മൊറാർജി ദേശായി ആണ് അല്ലെ? മൊറാർജി ദേശായിയുടെ ആത്മകഥയുടെ പേര് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് മൊറാർജി ദേശായിയുടെ ആത്മകഥയുടെ പേര്. ഹെലൻ കെല്ലറുടെ ആത്മകഥയുടെ പേരും ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആണ്. അപ്പോൾ മൊറാർജി ദേശായിയുടെയും ഹെലൻ കെല്ലറുടെയും ആത്മകഥയുടെ പേര് എന്തായിരുന്നത്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. എന്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് അറിയാമോ? എന്റെ പെൺകുട്ടിക്കാലം അത് തസ്ലീമ നസ്റിന്റെ മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. എന്റെ പെൺകുട്ടിക്കാലം ആരുടെയെന്ന് വെച്ചാൽ തസ്ലീമ നസ്റിന്റെ ലജ്ജ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് കേട്ടോ. അപ്പൊ ലജ്ജ എന്ന് പറയുന്നത് തസ്ലീമ നസ്റിന്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രിയായിരുന്നു വെച്ചാൽ മൊറാർജി ദേശായി. ആദ്യത്തെ ജനതാ ഗവൺമെന്റ് അല്ലേ? ഇദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് ഭാരതരത്നം. ഭാരതരത്നം എന്ന വീട്ടുപേര് ആരുടെയെന്ന് വെച്ചാൽ മൊറാർജി ദേശായി ആണ്. ഭാരതരത്നം കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ്. 54 മുതലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്നം കൊടുത്തു തുടങ്ങിയത് അല്ലെ? ഭാരതരത്നത്തിന്റെ ബലകം രൂപകൽപ്പന ചെയ്തത് നന്ദൻലാൽ ബോസ് ആണ്. ഭാരതരത്ന ബലകം രൂപകൽപ്പന ചെയ്തതാരാ? നന്ദൻലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവല്ലേ അദ്ദേഹം? ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദൻലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ, ഉമയുടെ തപസ്യ, സതി എന്നീ പ്രശസ്ത ചിത്രങ്ങളൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ ഗ്രാമീണ ചെണ്ടക്കാരൻ, ഉമയുടെ തപസ്യ, സതി ഇതൊക്കെ ആരുടെ ചിത്രങ്ങളാണ്? നമ്മുടെ നന്ദൻലാൽ ബോസിന്റെ ആയിരുന്നു അല്ലെ? നന്ദൻലാൽ ബോസിന്റെ. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിലിന്റെ. ദ സ്റ്റോറി ടെല്ലറും ഗ്രാമീണ ജീവിതവും ആരുടെയെന്ന് ചോദിച്ചാൽ അമൃത ഷെർഗിലിന്റെ. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി TK പത്മിനിയാണ് കേട്ടോ. കേരളത്തിന്റെ അമൃത ഷെർഗിൽ ആരാണ്? TK പത്മിനി. കേരള ചിത്രകലയുടെ പിതാവാരെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് രാജാ രവിവർമ്മയാണ്. കേരളത്തിന്റെ ചിത്രകലയുടെ പിതാവ് ആരാണ്? രാജാ രവിവർമ്മ. കേരളത്തിന്റെ ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കരാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ്? KCS പണിക്കർ. ഇദ്ദേഹമാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് സ്ഥാപിച്ചതാരെന്ന് വെച്ചിട്ടുണ്ട്. ചെന്നൈയിലെ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നു? നമ്മുടെ KCS പണിക്കരാണ്. പണിക്കരാണ് നമ്മൾ പറയേണ്ടത്. PN പണിക്കർ ഇല്ലേ? നമുക്ക് PN പണിക്കർ എന്താണ്? വായനാ ദിനം ആരുടെ ചരമദിനം എന്ന് ചോദിച്ചിട്ടില്ലേ? വായനാ ദിനം ആരുടെ ചരമദിനം എന്ന് ചോദിച്ചാൽ PN പണിക്കരുടെ. നമ്മുടെ PN പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരാണ് ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരാണ് PN പണിക്കർ. ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യത്തെ ഗ്രന്ഥശാല തുടങ്ങിയത്. അതുകൊണ്ട് ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് PN പണിക്കരെയാണ്. ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അല്ലെ? ഇദ്ദേഹമാണ് വയോജന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ക്യാൻഫെഡ് സ്ഥാപിച്ചത്. ക്യാൻഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചതും ആരാ? PN പണിക്കർ. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഇദ്ദേഹം ജനിച്ചത് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് ഗ്രന്ഥശാല സ്ഥാപിച്ചതും ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ലൈബ്രറി വന്നത് എവിടെയെന്ന് ചോദിച്ചാലും ആലപ്പുഴയിലാണ് അല്ലെ? ആലപ്പുഴ അമ്പലപ്പുഴ എന്ന് നമ്മൾ എടുത്ത് പഠിക്കാറുണ്ട് അല്ലെ? അമ്പലപ്പുഴ ആലപ്പുഴയിൽ ഒരു നല്ലൊരു ചോദ്യമുണ്ട്. കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? LDCക്ക് ചോദിക്കാറുള്ളേ. കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും ആലപ്പുഴയിലാണ് പറയണ്ടേ. കല്ലിൽ ജൈന ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? കല്ലിൽ ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളം പെരുമ്പാവൂരാണ് കല്ലിൽ ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കരുമാടിക്കുട്ടൻ എവിടെയാണ്? കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രമാണ്. അതെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? നിങ്ങൾ പറയേണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ നീലംപേരൂരാണ് ആര് ജനിക്കുന്നത്? PN പണിക്കർ. നീലംപേരൂർ വേറൊന്നും ഉണ്ട്. എന്താണെന്നറിയാമോ? നീലംപേരൂർ പടയണി. നീലംപേരൂർ പടയണി അത് ആലപ്പുഴ ജില്ലയിലാണ്. അല്ലാതെ പടയണി എന്ന കലാരൂപം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് അല്ലെ? പടയണി എന്ന കലാരൂപം എവിടെയെന്ന് വെച്ചാൽ പത്തനംതിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ് പടയണി. പക്ഷെ എടുത്തു ചോദിക്കും നീലംപേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ഭൈരവിക്കോലം പടയണിയുമായി ബന്ധപ്പെടുന്നതാണ്. ചൂട്ടുവയ്പ് പടയണിയുമായി ബന്ധപ്പെടുന്നതാണ്. ആദ്യ രൂപമാണ്, കലാരൂപത്തിന്റെ ആദ്യ ഭാഗമാണ് ചൂട്ടുവയ്പ്. ഭൈരവിക്കോലം എന്തുമായി ബന്ധപ്പെടുന്നു? പടയണിയുമായി ബന്ധപ്പെടുന്നു. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പാണ് കേട്ടോ. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്നത് മിഴാവാണ്. കൂത്തിനും കൂടിയാട്ടത്തിനും മിഴാവ്. അതുപോലെ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്നത് ഇടയ്ക്കയാണ്. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്നത് ഇടയ്ക്കയാണ്. സോപാന സംഗീതത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ഞെരളത്ത് രാമപൊതുവാളയാണ്. സോപാന സംഗീതത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ഞെരളത്ത് രാമപൊതുവാള.
പൊതുവാൾ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത്. നമുക്കൊരു അമ്മന്നൂർ മാണി മാധവ ചാക്യാറുണ്ട്. മാണി മാധവ ചാക്യാറാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്ന പ്രശസ്ത കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കൃതി എഴുതിയത്. അപ്പൊ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് നാട്യകൽപദ്രുമം. അത് എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മാണി മാധവ ചാക്യാർ. അതുപോലെ ആട്ടപ്രകാരം എന്ന് പറയുന്ന കൂടിയാട്ട കൃതിയുണ്ട്. ഈ കൂടിയാട്ടത്തിന്റെ ആംഗ്യ ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ആട്ടപ്രകാരം. ആട്ടപ്രകാരം എഴുതിയത് തോലനാണ്. ആട്ടപ്രകാരം എഴുതിയത് ആരാണ്? തോലൻ. അപ്പൊ കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. തായമ്പകയുടെ കുലപതിയാണ് തൃത്താല കേശവ പൊതുവാൾ. തായമ്പകയുടെ കുലപതി ആരെന്ന് ചോദിച്ചാൽ ആരാ പറയണ്ടേ? തൃത്താല കേശവ പൊതുവാളാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാന്നറിയാമോ? മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയാണ്. കല്യാണിക്കുട്ടിയമ്മ. വ്യവഹാരമാല, മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് വ്യവഹാരമാലയാണ് മോഹിനിയാട്ടത്തിന്റെ. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തമല്ലയുടെ മോഹിനിയാട്ടം എന്ന് പറയുന്നത് ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തം മോഹിനിയാട്ടം. തമിഴ്നാടിന്റെയും ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഭരതനാട്യമാണ്. തമിഴ്നാടിന്റെയും ഇന്ത്യയുടെ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നാണ് ഭരതനാട്യത്തെ അറിയപ്പെടുന്നത്. ഏതാണ്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാ? ഭരതനാട്യം. ചലിക്കുന്ന ശില്പം എന്ന് വിളിക്കുന്നത് ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം ഏതാ? ഒഡീസി. അപ്പം ഭരതനാട്യം തമിഴ്നാട്ടിലാണ്. യക്ഷഗാനം എവിടെയാ? യക്ഷഗാനം കർണാടകയിലാണ് അല്ലെ. നമ്മുടെ കാസർഗോഡും ഉണ്ട് യക്ഷഗാനം. കർണാടക. യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാ ബയലാട്ടം എന്ന് വിളിക്കുന്നത്. ബയലാട്ടം എന്ന് വിളിക്കുന്നതും യക്ഷഗാനമാണ്. അപ്പൊ യക്ഷഗാനം കർണാടക. കുച്ചിപ്പുടി എവിടത്തെയാണെന്ന് അറിയാലോ? ഒരു ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച നൃത്തരൂപം ഏതെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെയാണ് അല്ലെ. തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. തമാശ എന്നത് എവിടെയാണ്? തമാശ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. ഗർഭ എവിടെയാണെന്ന് അറിയാമോ? ഗർഭ എന്ന് പറയുന്ന കലാരൂപം ഗർഭ ഗാ വെച്ച് പഠിക്കാം. ഗർഭ ഗുജറാത്താണ്. ബിഹു ആണ് ആസാം. ബിഹു എവിടെയാണ്? ആസാമിൽ. ഈ അടുത്ത കാലത്ത് ആസാമിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചു. സാത്രിയ. അപ്പൊ സാത്രിയ, അനഹിയ നട്, ബിഹു എന്നീ നൃത്തരൂപങ്ങൾ ആസാമിലാണ്. സാത്രിയ, അനഹിയ നട്, ബിഹു എവിടെയാണ്? അത് നമ്മൾ പറയേണ്ടത് ആസാമിലാണ്. ഗർഭ എവിടെയാണ്? ഗർഭ ഗുജറാത്താണ്. ഇനി നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ബംഗ്ര നൃത്തത്തെയാണ്. ബംഗ്ര നൃത്തത്തെയാണ് നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. അത് പഞ്ചാബിലെ നൃത്തമാണ്. അപ്പൊ നൃത്തങ്ങളുടെ രാജാവ് എവിടെയാണ്? ബംഗ്ര, പഞ്ചാബ്. തമാശ എവിടെയാണ്? തമാശ എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. കയാൽ എന്ന നൃത്തരൂപം എവിടെയെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. കായൽ അഥവാ കയാൽ എന്ന നൃത്തരൂപം എവിടെയാണ്? രാജസ്ഥാൻ. ലോട്ട എന്ന നൃത്തരൂപം എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ലോട്ട എവിടെയാണ്? മധ്യപ്രദേശ്. കഥക് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഉത്തർപ്രദേശിലാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് കൊടുക്കേണ്ടത്. ബ്രിജു മഹാരാജാവ് ഏറ്റവും പ്രധാന കഥക് നർത്തകനാണ് ബ്രിജു മഹാരാജാവ്. കഥക് ഉത്തർപ്രദേശ്. ലോട്ട എവിടെയാണ്? ലോട്ട എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. വനം കുറവ് ഹരിയാനയ്ക്കാണ്. വനം കുറവ് എവിടെയാണ്? ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മിസോറാമിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാന വനം കൂടുതൽ മിസോറാമിലാണ് നമ്മൾ പറയേണ്ടത്. വനം കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഹരിയാനയിലാണ്. വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. രണ്ടാം സ്ഥാനത്ത് ആൻഡമാൻ നിക്കോബാർ. അപ്പം വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരിൽ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണാണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് വെച്ചാൽ കരേവ മണ്ണാണ്. കുങ്കുമ കൃഷി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. കുങ്കുമം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കുങ്കുമം ഏറ്റവും കൂടുതൽ. അപ്പം കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. ഇന്ത്യയിൽ കണ്ടൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ നമ്മൾ പറയേണ്ടത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയുടെ കണ്ടൽ വനങ്ങൾ ഏറ്റവും വലിയ കണ്ടൽ വനം സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും
ബംഗ്ലാദേശിലുമായിട്ടാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് കിടക്കുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദമാണ് കബഡി. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം ഏതെന്ന് വെച്ചാൽ കബഡി. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരാണ്. പോളോയിൽ 4 പേര്, പോളോയിൽ 4 പേര്, ബാസ്കറ്റ് ബോളിൽ 5 പേര്, വോളിബോളിൽ 6 പേര്, വാട്ടർ പോളോയിലും കബഡിയിലും 7 പേരാണ്. വാട്ടർ പോളോയിലും കബഡിയിലും എത്ര പേര്? 7 പേര്. ബാസ്കറ്റ് ബോളിൽ 5, വോളിബോളിൽ 6 ആണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ അമേരിക്കയുടെ ദേശീയ വിനോദമായി ബേസ്ബോളിൽ 9 പേരാണ് പറയേണ്ടത്. അമേരിക്കയുടെ ദേശീയ വിനോദമായി ബേസ്ബോളിൽ 9 പേരാണ് പറയേണ്ടത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11 പേരും റഗ്ബിയിൽ 15 പേരാണ് പറയേണ്ടത്. റഗ്ബിയിൽ എത്ര പേരാ? 15. ബീച്ച് വോളിബോളിൽ 2 പേരേ ഉള്ളത്. അപ്പം ബീച്ച് വോളിബോളിൽ 2, പോളോ കളിയിൽ 4, ബാസ്കറ്റ് ബോളിൽ 5, വോളിബോളിലും ഐസ് ഹോക്കിയിലും 6 പേരാണ്. വോളിബോളിലും ഐസ് ഹോക്കിയിലും 6 പേരാണ് നമ്മൾ പറയേണ്ടത്. കബഡിയിലും വാട്ടർ പോളോയിലും 7, ബേസ്ബോളിൽ 9, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11, റഗ്ബിയിൽ എത്ര പേരായിരുന്നു? റഗ്ബിയിൽ നമ്മൾ പറയേണ്ടത് 15 പേരാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഏതായിരുന്നത്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978 44-ാം ഭരണഘടനാ ഭേദഗതി. പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയും പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൗലികാവകാശ കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാ? അത് കുറച്ച് ബാക്കിലോട്ട് പിടിക്കണം. സ്വത്തവകാശമാണ് 78 44. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1977 42-ാം ഭേദഗതിയാണ്. 1977 എന്ന് കറക്റ്റ് പറയരുത്, ഭേദഗതി പറയുമ്പോൾ 1976 42-ാം ഭേദഗതി. നിലവിൽ വന്നത് 73 ജനുവരി 3-നാണ്. നിലവിൽ വന്നത് എന്നാണ്? 73 ജനുവരി 3-ന്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് കേട്ടോ. അപ്പം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. മറന്നുപോരുത്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ തെറ്റരുത്. മൈ ട്രൂത്ത് ആരുടെ ആത്മകഥയാണ്? ഇന്ദിരാഗാന്ധി. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. അവരുടെ ആത്മകഥയുടെ പേരെന്താണ്? മൈ ട്രൂത്ത്. അപ്പൊ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച പ്രസിഡന്റ് ആരെന്ന് വെച്ചാലും ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ ആ 2 പോർഷനും നല്ലോണം. അപ്പൊ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഡേറ്റ് എന്നാണ്? നിലവിൽ വന്നത് 77 ജനുവരി 3. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് അല്ലെ. വികേന്ദ്രീകൃത ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, മൗലിക കടമകൾ ഇതൊക്കെ കടമെടുത്തത്, വികേന്ദ്രീകൃത ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും മൗലിക കടമകളും കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമുക്ക് പറയാം. ഓർത്തു വെച്ചിരിക്കണേ. ഈ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ വന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതായിരുന്നു? ഇന്ത്യയിലെ ബിലായി അല്ലെ. ബിലായി ഛത്തീസ്ഗഡിലാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ബൊക്കാറോ ഏത് രാജ്യത്താ? ഏത് സംസ്ഥാനത്ത്? ബൊക്കാറോ ജാർഖണ്ഡ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. റൂർക്കേല ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ. ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. അതുപോലെ നല്ലൊരെണ്ണമാണ് ദുർഗാപൂർ, പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ. ഇത് ആവർത്തിക്കും LDC പരീക്ഷയ്ക്ക്. ഒന്നും കൂടെ പറയട്ടെ. ഫിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. ഫിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. അതുപോലെ ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ. റൂർക്കേല ജർമ്മനി ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ. ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഫിലായി ആണ് കേട്ടോ. പൊതുമേഖലയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഏതാ? ഫിലായി ആണ്. പക്ഷേ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ജാർഖണ്ഡിലെ ബൊക്കാറോ ആണ് വലുത്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കർണാടകയിലാണ് ഇത് സ്ഥിതി. കർണാടകയിൽ ഭദ്രാവതി നദി എന്ന് പറയും കേട്ടോ. കർണാടകയിലെ ഭദ്രാവതി നദിയിലാണ്. മൈസൂര് ഭദ്രാവതി നദി ഓർത്തു വെക്കുക. ഭദ്രാവതിയുടെ അടുത്താണ്. അപ്പം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. വിശ്വേശ്വരയ്യയെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവെന്നും വിശ്വേശ്വരയ്യ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത്? ആണ്. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. ആധുനിക മൈസൂറിന്റെ ശില്പിയും വിശ്വേശ്വരയ്യയാണ്. ഇനി പ്ലാനിങ് ആധുനിക മൈസൂറിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും വിശ്വേശ്വരയ്യയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ കേട്ടോ. ഇന്ത്യൻ ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. അപ്പൊ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? വിശ്വേശ്വരയ്യ
അക്ഷരയുടെ കൃതി. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഏതാ? എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. സെപ്റ്റംബർ 14 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദി ദിനം. ഹിന്ദി ദിനം എന്നു വെച്ചാൽ സെപ്റ്റംബർ 14. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. ഓസോൺ ദിനമല്ലേ ഇവിടെ സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനം എന്നു വെച്ചാൽ സെപ്റ്റംബർ 16 പറയേണ്ടത് അല്ലെ. ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. സ്ട്രാറ്റോസ്ഫിയർ ഭൗമ ഉപരിതലത്തിൽ നിന്നും 20 കിലോമീറ്ററിനും 35 കിലോമീറ്ററിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. 20നും 35നും ഇടയ്ക്കാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഏത് അന്തരീക്ഷ മണ്ഡലത്തിലെ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോണിന്റെ നിറം എന്താണ്? ഓസോണിന്റെ നിറം എന്താന്ന് വെച്ചാൽ ഇളം നീലയാണ്. ഓസോണിന്റെ നിറം എന്താ? ഇളം നീല. ഓസോണിന്റെ കനമളക്കുന്ന തോത് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ കനമളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. അപ്പോൾ ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിൽ? ഓസോൺ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാ? മോൺട്രിയാൽ ഉടമ്പടി. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാണ്? മോൺട്രിയാൽ ഉടമ്പടി എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ? ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ടതാ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഏകീകൃത താപനില രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകീകൃത താപനിലയാണ് അവിടെ. പക്ഷെ ഏറ്റവും തണുപ്പായ താപനില മിസോസ്ഫിയറിലാണ്. ഏറ്റവും തണുപ്പ് കൂടിയത് മിസോസ്ഫിയറിലും ഏറ്റവും ചൂട് കൂടിയ താപനില എവിടെയെന്ന് വെച്ചാൽ തെർമോസ്ഫിയറിലുമാണ് പറയേണ്ടത്. ഏറ്റവും ചൂട് കൂടിയ താപനില ഏതാണ്? തെർമോസ്ഫിയർ. കൃത്രിമ ഉപഗ്രഹങ്ങൾ, വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ കടന്നു പോകുന്ന റേഡിയോ തരംഗങ്ങൾ, ഇതൊക്കെ തെർമോസ്ഫിയറിന്റെ ഭാഗമായ അയണോസ്ഫിയറിലൂടെയാണ് കടന്നു പോകുന്നത്. മറന്നു വരുന്നത് അയണോസ്ഫിയറിൽ. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. നമ്മൾ മഴ, മഞ്ഞ്, കാറ്റ്, കാലാവസ്ഥാ വ്യതിയാനം, ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം, മനുഷ്യരാശിയുടെ ഭവനം എന്നൊക്കെ അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അതൊക്കെ അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പരീക്ഷയ്ക്ക് ആ പാളികളൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ടോപ്പിക്കിലേക്ക് വരാം. ഇനി അവസാനം കുറച്ചു നേരം റിവിഷൻ നടത്താം. കുറേശ്ശെ റിവിഷനും കൂടെ കേൾക്കുക. നിങ്ങൾ പഠിച്ച ഒരു LDC കണക്ട് ചെയ്ത് പോകുമ്പോൾ റിവിഷനും ആവും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാവണേ. മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യണേ. ഞാനിങ്ങനെ റിവിഷൻ നടത്തുന്നെങ്കിലും പരീക്ഷ എഴുതി ശീലിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കുറേ മൈനസ് കുറച്ച് ടോപ്പിക്കിൽ ഒതുങ്ങി പഠിച്ച് എത്രമാത്രം കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രമാത്രം അത് പഠിക്കണമെന്നോ ഏതൊക്കെയാണ് മേഖലയിൽ പാടെന്നും അതൊക്കെ നിങ്ങൾക്ക് പറയും കേട്ടോ. ഈ പ്രമേയങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നിങ്ങൾ പഠിക്കണേ. പ്രമേയങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വയ്ക്കും. ഇന്നത്തെ ചോദ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് പഠിപ്പിച്ചതാ. എന്നാൽ ഞാൻ ഹോട്ട് ടോപ്പിക്സ് എഴുതി തുടങ്ങിയപ്പോൾ ഒന്നേന്ന് തുടങ്ങുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. നോക്കെ, ഇന്ന് ഞാൻ തന്നിരിക്കുന്നത് വനിതാ സംവരണ ബില്ല് 150 ടോപ്പിക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വനിതാ ഇന്ന് 5 ടോപ്പിക്കാണ്. ചന്ദ്രയാൻ 3, സ്വാതന്ത്ര്യ സമര സേനാനികൾ പത്രങ്ങൾ, ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ, പ്രശസ്ത വരി. ഇതൊക്കെ മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നോട്ട് ഒരു ഓർഡറിൽ എഴുതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് തന്നതാണല്ലോ എന്ന് പറയരുതേ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നമ്മൾ തന്നതെന്ന് പറഞ്ഞ് ഇതിൽ ഉൾപ്പെടുത്തത്തില്ല. പക്ഷേ അതൊന്നും നോക്കുക, പഴയതും മറന്നു. പിന്നെ എല്ലാവരും ഈ 1 തൊട്ട് ഇങ്ങോട്ടുള്ളത് മാത്രമേ പഠിക്കൂ. അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും ഉൾപ്പെടുത്തി കറക്റ്റ് ഒരു ഓർഡറിൽ പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിരിക്കും ആദ്യത്തെ കുറേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു 150 ടോപ്പിക്കുകൾ എഴുതണം എന്ന വാശിയിലൂടെ ഇപ്പം തന്നെ ഒരു 30 ടോപ്പിക്ക് എഴുതി കഴിഞ്ഞു. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് തുടങ്ങാം. വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നെയല്ലായിരുന്നു. ആണ് നാരി ശക്തി വന്ദൻ അധിനിയം 2023 ആണ് വനിതാ സംവരണ ബില്ലിന്റെ പേര് അല്ലേ. ഡേറ്റ് തെറ്റരുത്. ഇവിടെ ശ്രദ്ധിച്ചോ, ലോകസഭയിൽ അവതരിപ്പിച്ചത് സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ 19 ലോകസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ 20 അല്ലെ. ലോകസഭയിൽ അവതരിപ്പിച്ചത് 19 പാസ്സാക്കിയത് 20 രാജ്യസഭ പാസ്സാക്കിയത് 21 അവതരിപ്പിച്ചതും പാസ്സാക്കിയതും സെപ്റ്റംബർ 21 ഓക്കെ, അടുത്ത നോക്കെ, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. അതാണ് നമ്മൾ നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. 2023 സെപ്റ്റംബർ 28 എന്ത് കയറ്റിയത്? വനിതാ സംവരണ ബില്ല് അനുവദിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാളാണ്. ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ആരാണ്? നീതി വകുപ്പ് മന്ത്രി അർജുൻ റാം മേഘവാളാണ്. തെറ്റിപ്പോരുത്. വനിതാ സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 106 ഭേദഗതി ബില്ല് എത്രയുടെ? 128 ഭേദഗതി 106 ഭേദഗതി ബില്ല് എത്രയുടെ? 128. ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ, ഇവിടെ 3 കേട്ടോ. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിലെ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുക എന്നതായിരുന്നു ആ വനിതാ സംവരണ ബില്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നാൽ രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലെ വനിതാ സംവരണ നിയമം ഉണ്ടോ? ഇല്ല. അവർ ഈ 2 വനിതാ സംവരണം ഇല്ല. രാജ്യസഭ
നിയമസഭയിലും ഇല്ല. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമുക്ക് കേരളത്തിലൊന്നും അതില്ല, ദ്വിമണ്ഡല സഭയുള്ള സഭകളിലൂടെ അവിടെ അതിനെ പറയുന്നതാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. അവിടെയും ഈ ബാധകം അല്ല, വനിതാ സംവരണ ബില്ല് ബാധകമല്ല. അടുത്ത ഓക്കെ. ഇനി ഞാൻ അതിൻ്റെ ആർട്ടിക്കിളുകൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 330 നമ്മൾ പഠിച്ചിട്ടില്ലേ? വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 330A പഠിച്ചിട്ടുണ്ട്, 332A പഠിച്ചിട്ടുണ്ട്, 334A പഠിച്ചിട്ടുണ്ട്, അതുപോലെ 239AA പഠിച്ചിട്ടുണ്ട് അല്ലേ? 239AA പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. അപ്പം 330A പഠിക്കണം. എന്താണ് 330A എന്ന് പറയുന്നത്? 330A ലോകസഭയിലെ വനിതകൾക്ക് അല്ലെ, ലോകസഭയിലെ വനിതകൾക്ക് സംവരണം 33% സംവരണം അനുവദിച്ചത്. ഇതിൽ എഴുതി വന്നില്ല, അതൊന്ന് എഴുതി ചേർത്തേക്കണേ. അടുത്ത 332A ഏതാണ്? 332A എവിടെയായിരിക്കും? ലോകസഭയല്ലാതെ അടുത്ത സംസ്ഥാന സഭയിലേക്ക്, സംസ്ഥാനത്തേക്കാണ് 332A നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ലോകസഭയിൽ എത്രയാണ്? 330A ആണ്. സംസ്ഥാനത്ത് എത്രയാണ്? 332A. അടുത്ത എത്രയാണ്? 334A എന്ന് പറഞ്ഞത് സംസ്ഥാന. ഇനി അടുത്ത പഠിക്കേണ്ടത്, അതായത് ഇനി അടുത്ത സെൻസസ് ഒക്കെ നടത്തിയിട്ട് ആ മണ്ഡല പുനർനിർണയത്തിന് ശേഷമേ ഈ സംവരണം അനുവദിക്കാവുന്നു. ഇപ്പൊ സെൻസസ് എടുക്കുന്നില്ലുണ്ടല്ലോ, ഈ സെൻസസിൽ വന്നതിന് ശേഷം മണ്ഡലം നിർണയം നടത്തിയതിന് ശേഷമേ എന്ത് ചെയ്യാവൂ? ഇത് ഈ സംവരണം അനുവദിക്കാവൂ എന്ന് പറഞ്ഞതാണ്. അതെന്ന് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത 239A പഠിക്കുന്നുണ്ടോ? ഡൽഹിക്ക് ബാധകമാണ് ഈ സംവരണം, ഡൽഹിക്കും ബാധകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകസഭയിൽ എത്രയാണ്? 330A. സംസ്ഥാന നിയമസഭയ്ക്ക് എത്ര? 332A. 334A എന്ന് പറഞ്ഞാൽ ഏതാണ്? 334A എന്ന് പറഞ്ഞാൽ ഏത് പറയണം? നമ്മുടെ ഈ സെൻസസിലൂടെ വന്ന് മണ്ഡലങ്ങൾ പുനർനിർണയത്തിന് ശേഷമേ എന്ത് ചെയ്യാവൂ എന്ന് പറയുന്നത്? ഈ സംവരണം അനുവദിക്കാവൂ. അടുത്ത 239A ആണ് ഡൽഹിക്ക്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് LDCക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്? വനിതാ സംവരണ ബില്ല്. മറന്നുപോരുത്, ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ആദ്യമായി പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലും ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പോൾ ആ സമ്മേളനത്തിലാണ് ഇത് വന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ നോക്കേ, ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 1, 2, 3 അങ്ങ് പഠിച്ചേരെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ റിവിഷൻ നടത്തും. അപ്പം 1, 2 ഒക്കെ അതിൽ കയറി വരാം കേട്ടോ. ഇപ്പം ഞാൻ 3 കുറിച്ച് എഴുതിയാണ്, നിങ്ങൾക്ക് അറിയാം അതെല്ലാം. എന്നാലും ഞാനൊരു ഓർഡറിൽ എഴുതുമ്പോൾ എനിക്കും എഴുതണമല്ലോ. അതുകൊണ്ട് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് ജൂലൈ 14 അല്ലേ? 2023 ജൂലൈ 14. ഇന്നലത്തെ പോലീസുകാർക്ക് വനിതാ പോലീസിനും ഉണ്ടായിരുന്ന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ വെച്ച് LVM-3N4 ആണ് വാഹനം. LVM-3N4 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം. ഭാരം ആകെ 3895. ചന്ദ്രയാൻ 3900 എന്ന് ഏകദേശം പറയാം, അല്ലെങ്കിൽ കറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ 3895 കിലോഗ്രാമാണ്. ആ സമയത്ത് ISRO ചെയർമാൻ ആരെന്നറിയാമോ? S സോമനാഥ്. ചന്ദ്രയാൻ 3ന്റെ ISRO ചെയർമാൻ ആരാ? S സോമനാഥാണ്. ഏത് സ്ഥലക്കാരനാ സോമനാഥ്? ആലപ്പുഴക്കാരനാ. ആലപ്പുഴ ചേർത്തല തുറവൂർ ഭാഗത്താണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹം. നിലാവ് കുടിച്ച സിംഹം ആരുടെ ആത്മകഥയാണ്? S സോമനാഥിന്റെ. 5ാമത്തെ മലയാളിയാണ്. 10ാമത്തെ വ്യക്തിയും 5ാമത്തെ മലയാളി നമ്മൾ പഠിക്കാറില്ലേ? ഭ്രമണപഥത്തിൽ എത്തിയത് എന്താണ്? ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ 2023 ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ എത്തിയത്. ഓക്കെ, അപ്പം വിക്ഷേപിച്ചത് ജൂലൈ 14, ഭ്രമണപഥത്തിൽ എത്തിയത് ഓഗസ്റ്റ് 5, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ഓഗസ്റ്റ് 23. ആദ്യം അവിടെ നിന്ന് ലഭിച്ച ISROക്ക് ലഭിച്ചത് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിനു ശേഷം ലഭിച്ചത് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്ന് പറയുന്നതാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം അല്ലെ? ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ പേടകം ഇറക്കുന്ന രാജ്യവും ഇന്ത്യ ആയിട്ട് മാറിയായിരുന്നു. പിന്നെ എന്ത് പഠിക്കാം? ചന്ദ്രയാനി സോഫ്റ്റ് ലാൻഡിംഗ് ഇതുവരെ നടത്തിയത് ഒന്ന് റഷ്യ, പിന്നെ അമേരിക്ക, പിന്നെ ചൈന, പിന്നെ നമ്മുടെ ഇന്ത്യയാണ് 4ാമത്തത്. ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാർസിനസ്, സിംബോളിസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് അല്ലെ? മാർസിനസ്, സിംബോളിസ്റ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ആണുങ്ങളുടെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് എന്തിന്റെ ഇടയിലുള്ളതാണ് ഈ ഗർത്തങ്ങൾ? ചന്ദ്രനിലുള്ള ഗർത്തങ്ങളായ മാർസിനസ്, സിംബോളിസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള
സമതലത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഏതാണ് ശിവശക്തി പോയിന്റ്? പേര് കൊടുത്തത് നരേന്ദ്രമോദിയാണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ, രണ്ടിന്റെ തന്നെയാണ് പറഞ്ഞത്, രണ്ടിനും ഇത് തന്നെയാണ് അല്ലെ, ചന്ദ്രയാൻ 2നും ഇത് തന്നെയല്ലേ. ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ വിക്രം എന്നും, വിക്രമിന്റെ അർത്ഥം ധൈര്യം എന്നും, ചന്ദ്രയാൻ 3ന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു. ഏതായിരുന്നു? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3ന്റെ ആദ്യ ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? എന്താണ് ആദ്യ ലക്ഷ്യങ്ങളായിട്ട് വെച്ചിരുന്നത്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നു. നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതിലൂടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നത്? ഒന്ന്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ 3ന്റെ ലാൻഡിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ത് ചെയ്തത്? ആദ്യമായിട്ട് പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത്. ഇന്ത്യയുടെ മൊട്ട നഗരം അല്ലെ, മൊട്ട നഗരം എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ മുട്ട നഗരം എന്ന് വിളിക്കുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ അല്ലേ, ഇവിടെയാണ് ആദ്യത്തെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത്. അടുത്ത ലാൻഡിങ്ങിന് 3 പേലോഡുകളുണ്ട്. റാംബ LP, ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളെ കണ്ടെത്താൻ. പിന്നെ ചേസ് എന്ന് പറയുന്ന ചെസ്റ്റ് ചന്ദ്രന്റെ പോളാർ റീജിയന് സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാൻ. പിന്നെ അടുത്ത എൽസ, ലാൻഡർ ഇറക്കുമ്പോൾ പ്രതലത്തിലെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിന്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പ്രധാന 3 എണ്ണം. പിന്നെ അതാണ്ട് വേറൊരെണ്ണം കണ്ടോ, LRA, ലേസർ റിട്രോഫ്ലെക്ഷൻ അറേ എന്ന് പറയുന്നത്, റിഫ്ലക്ടർ അറേ എന്ന് പറയുന്നത് വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡ് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ദൂരം കണക്കാക്കുന്നതിന് കേട്ടോ. ഇനി റോവറിന് 2 പേലോഡുകൾ ഉണ്ടായിരുന്നു, ലിപ്സും ആപ്സും. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെ പാറകളുടെയും മൂലക ഘടനയുടെ നിർണ്ണയിക്കാൻ പ്രധാനമായിട്ട് ഒന്നാണ് ലിപ്സ് അയച്ചത്. അതുപോലെ ആപ്സസ് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും കുറിച്ച് പഠിക്കാനുള്ളതാണ് ആക്സസ് എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണരൂപം ഞാൻ എഴുതിയില്ല, ഒന്ന് നോട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേരെ. അത്രയും ഞാൻ ഡീപ്പായിട്ട് പോയാൽ അങ്ങ് പോകുമെന്നല്ലോ വെച്ചാൽ. അപ്പൊ റോവറിന് 2 പേലോഡും പിന്നെന്തായിരുന്നു, ലാൻഡറിന് 3 പേലോഡും പിന്നെ നാസയുടെ ഒരെണ്ണവും ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് ചിലവർ ഈ സാധാരണ ആൾക്കാർ ഇതൊക്കെ അങ്ങ് വിട്ടു, അതുകൊണ്ടാണ് ഞാനത് എന്തായാലും അങ്ങ് എഴുതിയേരെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നാൽ എന്ത് ചെയ്യും. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ P. വീരമുത്തുവേലും 3ന്റെ മിഷൻ ഡയറക്ടർ മോഹനകുമാറുമാണ്. VSSC സമയത്തെ വിക്രം സാരാഭായുടെ സ്പേസ് ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ നായരുമാണ്. അപ്പോൾ ചെയർമാൻ ആരാടെ? ചെയർമാൻ സോമനാഥ്, പ്രോജക്ട് ഡയറക്ടർ P. വീരമുത്തുവേല്, മിഷൻ ഡയറക്ടർ മോഹനകുമാർ, VSSC ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ആ 2 സെക്ഷനിൽ നിന്നും ഇതൊക്കെ നല്ല രീതിയിൽ ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് പോകണേ, അതൊന്ന് സെക്ഷനായിട്ട് പഠിച്ചിട്ട് പോകണം. അടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾ പത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു LDCക്ക് മാച്ച് ചെയ്ത ഫോളോയിങ്ങിന് നിങ്ങൾക്ക് വരാം. താഴെ പറയുന്ന പത്രങ്ങളിൽ തെറ്റായി ജോഡി ചെയ്തെന്ന് നോക്കാം. ഒന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ. ഏതാ? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടേത് നേഷൻ എന്ന പത്രമാണ് അല്ലെ, നേഷൻ എന്ന പത്രമാണ് ഗോഖലെയുടെ പത്രം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു അല്ലയുടെ ഗോഖലെ. അന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, മിതവാദികളുടെ നേതാവ്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ, 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നറിയപ്പെടുന്നത് ഗോഖലെയുടെ, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി. അപ്പോൾ അദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? നേഷൻ എന്ന പത്രമാണ് ഗോഖലെയുടെ പത്രം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് അല്ലയോടെ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനം. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഏതായിരുന്ന പത്രങ്ങൾ? ന്യൂ ഇന്ത്യയും കോമൺവെൽത്തുമാണ്. ആനി ബസന്റിന്റെ പത്രങ്ങൾ ഏതൊക്കെ? അൽ ഹിലാൽ എന്ന പത്രം, അൽ ഹിലാൽ, അൽ ബലാക്ക്, 2 പത്രവും പറയാം കേട്ടോ. അൽ ഹിലാലും അൽ ബലാക്ക് എന്നീ പത്രങ്ങൾ ആരുടെ? മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ്. മൗലാന അബുൽ കലാം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നാണ്. ഏതായിരുന്നു? ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അൽ ഹിലാൽ, അൽ ബലാക്ക്. അപ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ
ദിനം ഇദ്ദേഹത്തിന്റെ ജന്മദിനമാ. എന്നാ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദിനം നവംബർ 11. നവംബർ 11 മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് അല്ലെ. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നല്ലേ അറിയപ്പെടുന്നത്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി 1940 മുതൽ 46 വരെ തുടർച്ചയായി INC പ്രസിഡന്റ് ആയതും മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ പത്രങ്ങൾ ഏതൊക്കെയാ? അൽ ഹിലാല്, അൽ ബലാഗ്. ആത്മകഥയുടെ പേരെന്താ? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദാണ് അല്ലെ. ലീഡർ എന്ന പത്രം ആരുടെയാണ്? മദൻ മോഹൻ മാളവ്യ അല്ലെ. യാചകരുടെ രാജകുമാരൻ എന്നും മഹാമാന്യ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 1916 ബനാറസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയതും മദൻ മോഹൻ മാളവ്യാണ് കേട്ടോ. അപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആരുടെയാണ്? മദൻ മോഹൻ മാളവ്യയുടെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതുപോലെ 16 വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായിയുടെയാണ്. ഒത്തിരി പേർക്കുണ്ട്. മാഡം വിക്കാജികം പ്രധാനം നമ്മുടെ 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ലാലാ ലജ്പത് റായിയെ പറയേണ്ടത് കേട്ടോ. വന്ദേ മാതരം എന്ന പത്രം ആരുടെയാണ്? ലാലാ ലജ്പത് റായിയുടെ വന്ദേ മാതരം എന്ന പത്രം. അടുത്ത നോക്കേ, ഷോം പ്രകാശ് എന്ന മാസിക ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിലെ വിധവാ വിവാഹവും വിധവാ വിദ്യാഭ്യാസത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത നവോത്ഥാന നായകനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിൻ്റെത് ഷോം പ്രകാശ് എന്ന പത്രമാണ്. തത്വബോധിനി പത്രിക ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മാസികയാണ്. ദേവേന്ദ്രനാഥ ടാഗോർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത്വബോധിനി പത്രിക. ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചതും തത്വബോധിനി പത്രികയിലാണ്. ബഹിഷ്കൃത ഭാരതം മൂകനായക് BR അംബേദ്കർ. ബഹിഷ്കൃത ഭാരതവും മൂകനായകം ഏതിലാണ്? BR അംബേദ്കറുടെ പത്രങ്ങളാണ്. മനുസ്മൃതി കത്തിച്ച ദേശീയ നേതാവ് BR അംബേദ്കർ അല്ലേ? 1920 മഹർ പ്രസ്ഥാനം കൊണ്ടുവന്നത് BR അംബേദ്കർ അല്ലേ? ആണ്. BR അംബേദ്കർ അല്ലേ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരെന്ന് വെച്ചാൽ? അതുപോലെ BR അംബേദ്കറുടെ ജന്മദിനമല്ലേ ഇന്ത്യയിൽ ജലദിനം? BR അംബേദ്കറുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ജലദിനം ഏപ്രിൽ 14 കേട്ടോ. ഏപ്രിൽ 14. ഇദ്ദേഹത്തിന്റെ ചരമദിനം മഹാപരിനിർവാൺ ദിവസമായിട്ട് പറയുന്നു. ഡിസംബർ 6. അപ്പം BR അംബേദ്കറുടെ ജന്മദിനം ഇന്ത്യയിൽ എന്തായിട്ട് ആഘോഷിച്ചിരിക്കുന്നു? ഏപ്രിൽ 14 ജലദിനമായിട്ട് പറയുന്നു. മഹാപരിനിർവാൺ ദിവസ് നമുക്ക് എന്തായിട്ട് പറയാം? മഹാപരിനിർവാൺ ഡിസംബർ 6 BR അംബേദ്കറുടെ ചരമദിനം. അപ്പം ബഹിഷ്കൃത ഭാരതവും മൂകനായകന്മാരുടെ BR അംബേദ്കർ. പ്രബുദ്ധ ഭാരതം സ്വാമി വിവേകാനന്ദൻ. പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനവും രണ്ടെണ്ണം പറയാം കേട്ടോ. പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനവും ആരുടെയാ? സ്വാമി വിവേകാനന്ദന്റെയാണ് കേട്ടോ. അത് സ്വാമി വിവേകാനന്ദന്റെ സംഘടന എന്ന് ഓർത്തേടെ ഈ രാമകൃഷ്ണ മിഷൻ 1897 രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനും 1893 എന്താ ചിക്കാഗോ സർവമത സമ്മേളനം. അപ്പൊ രാമകൃഷ്ണ മിഷൻ 97 ചിക്കാഗോ സർവമത സമ്മേളനം 93. ബോംബെ ക്രോണിക്കിൾ ആരുടെയാ? ഫിറോസ് ഷാ മേത്ത. ബോംബെ കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തെ. ഗർജിക്കുന്ന സിംഹം ആരെയാ? ഫിറോസ് ഷാ മേത്ത. അദ്ദേഹത്തിന്റെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ എന്ന് വിളിക്കുന്നത്. മറാത്തയും കേസരിയും ആരുടെയാ? ബാലഗംഗാധര തിലകന്റെ. അത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കും. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പത്രവും കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലെ പത്രവും ആരുടെയാണ്? ബാലഗംഗാധര തിലകന്റെയാണ് മറാത്തയും കേസരി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായ് നവറോജി കേട്ടോ. ദാദാഭായ് നവറോജിയുടെയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ രസ്ത് ഗോഫ്താർ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. രസ്ത് ഗോഫ്താർ എന്ന് പറയുന്നത് വോയിസ് ഓഫ് ഇന്ത്യമാരുടെ ദാദാഭായ് നവറോജി. ക്രൊമേഡ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ്. ക്രൊമേഡ് എന്ന് പറയുന്നത്. സംവാദ് കൗമുദി കേട്ടോ. സംവാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ. സംവാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ. മറന്നുപോരുതേ. മിറാത്ത് ഉൾ അക്ബർ ആരുടെ പത്രമാണ്? പേർഷ്യൻ ഭാഷയിലെ സംവാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ രാജാറാം മോഹൻ റോയുടെ. ബന്ദിജീവൻ സച്ചീന്ദ്രനാഥ സന്യാലിന്റെ. ബന്ദിജീവൻ ആരുടെയാണ്? സച്ചീന്ദ്രനാഥ സന്യാൽ. അപ്പം സംവാദ് കൗമുദി ആരുടെ? മിറാത്ത് ഉൾ അക്ബർ, സംവാദ് കൗമുദി, വങ്കദൂത് ഇതൊക്കെ രാജാറാം മോഹൻ റോയുടെയാണ്. ബന്ദിജീവൻ ആരുടെ? സച്ചീന്ദ്രനാഥ സന്യാൽ. വോയിസ് ഓഫ് ഇന്ത്യയും രസ്ത് ഗോഫ്താറും ആരുടെ? ദാദാഭായ് നവറോജിയുടെ ആയിരുന്നു അല്ലേ. ഇനി അടുത്തത് ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ ഏത് സംസ്ഥാനത്ത്? അതും LDCക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ടയം റാവത്ത് ഭട്ടും രാജസ്ഥാൻ. കോട്ടയം റാവത്ത് ഭട്ടും രാജസ്ഥാൻ, കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്, താരാപൂറും ജെയ്താപൂറും മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ കൈഗ കർണാടക,
കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ടയം റാവത്തുപട്ടും രാജസ്ഥാൻ, കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്, താരാപൂറും ജെയ്താപൂറും മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂറാണ്. താരാപൂറാണ് ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ് അല്ലെ. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനിയാണ്. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണ്? കാമിനി. അപ്പൊ കക്രപ്പാറ എവിടെയാ? ഗുജറാത്ത്. കക്രപ്പാറ താപ്തി നദിയിലാണ്. താപ്തി നദിയിലാണ് നറോറ ഉത്തർപ്രദേശിലാണ്. നറോറ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. അടുത്ത ഓക്കെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ. കണ്ടോ, 1969 വന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ നിലയം താരാപൂറാണ്. ആദ്യത്തെ ആണവ റിയാക്ടർ 56 വന്ന അപ്സരയാണ്. മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി, കൽപ്പാക്കത്തെ കാമിനി. ഇന്ത്യൻ ആണവോർജ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ. ഇദ്ദേഹമാണ് അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1948 അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ചത് ഹോമി ജെ ബാബയാണ്, ആണവോർജ പദ്ധതിയുടെ പിതാവ്. പക്ഷേ അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാ രാമണ്ണയാണ് കേട്ടോ, രാജാ രാമണ്ണ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കും, ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ്, തീർത്ഥാടക വർഷങ്ങൾ. ആരുടെ ആത്മകഥയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് ആരുടെ ആത്മകഥയാണ്? രാജാ രാമണ്ണ. അപ്പൊ ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് ആരാണ്? രാജാ രാമണ്ണയാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത് നോക്കിയാൽ നല്ലൊരു ക്വസ്റ്റ്യൻ, പ്രശസ്ത വരികൾ ആരുടെ? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ, എന്നാലും ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ആരുടെ? വള്ളത്തോൾ. വള്ളത്തോളിന്റെ മഹാകാവ്യം പഠിച്ചു വെച്ചേക്കണേ, ചിത്രയോഗം എന്നതാണ് വള്ളത്തോളിന്റെ മഹാകാവ്യം. ചിത്രയോഗം. വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കൃതി എന്റെ ഗുരുനാഥനാണ്. എന്റെ ഗുരുനാഥൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ വള്ളത്തോളിന്റെ കൃതിയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ. വള്ളത്തോളിന്റെ ദേശഭക്തി ഗാനമാ പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ. അടുത്ത ചങ്ങമ്പുഴയുടെ കണ്ടോ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. ഏതാ? ചങ്ങമ്പുഴയുടെ. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെ? ചങ്ങമ്പുഴയുടെ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതൻ പരാജയം. ആരുടെ? ചങ്ങമ്പുഴയുടെ. ചങ്ങമ്പുഴയുടെ ആയിരുന്നു അത് കേട്ടോ. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. അതും ചങ്ങമ്പുഴയുടെ വേതാള കേളി എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെയുടെ? ചങ്ങമ്പുഴയുടെ. ഇരുളിൽ എന്ന് പറയുന്ന കൃതിയിലാണ്. ഏതാണ്? ഇരുളിൽ. മലരണിക്കാടുകൾ നമുക്ക് രമണനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗ്രാമഭംഗി എന്നും പറഞ്ഞ്, അല്ലാതെ നമ്മൾ സ്കൂൾ ടെസ്റ്റുകളിലും പഠിച്ചിട്ടില്ലേ? അതുപോലെ അപ്പൊ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെ? ചങ്ങമ്പുഴയുടെ ഇരുളിലാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെ വരിയാണ്. കപടൽ, ഇത് രണ്ട് താളിപ്പോകുമ്പോ തെറ്റരുത്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. വയലാറിന്റെ അശ്വമേധത്തിലെയാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ. വയലാറിന്റെ അശ്വമേധം. അതുപോലെ തന്നെ വയലാറിന്റെ ആ വരിയിൽ തന്നെയാണ് അതിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം കുടക്കുവാൻ. അതും വയലാറിന്റെ അശ്വമേധത്തിലെയാണ്. മറന്നു പോരുതേ. വയലാറിന്റെ വിലാപ കവിതയാണ് ആത്മാവിൽ ഒരു ചിത. അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം. അതും വയലാറിന്റെ വരിയാണ്. അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം. അപ്പം ഇത് മറന്നു പോരുതേ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ. അശ്വമേധമാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. വയലാറിന്റെ അശ്വമേധമാണ്. തൂലിക പടവാളാക്കിയ കവി വയലാറാണ്. തൂലിക പടവാളാക്കിയ കവി ആരാണ്? വയലാറാണ്. കവിത ചാട്ടവാറാക്കിയത് കുഞ്ചൻ നമ്പ്യാരാണ്. കവിത ചാട്ടവാറാക്കിയത്. കാലം ഇനിയും ഉരുളും, വിഷു വരും വർഷം വരും, എന്നൻ കക്കാടിന്റെ വരികളാണ് കേട്ടോ. എന്നൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന വരികളാണ്. അതിൽ ആദ്യ വരിയും ചോദിച്ചിട്ടുണ്ട്, ആർദ്രമീ ധനുമാസ രാവുകളിലെന്നും. ആ വരിയും ചോദിക്കും, കാലം ഇനിയും ചോദിക്കും. സഫലമീ യാത്ര, എന്നൻ കക്കാട്. എന്നൻ കക്കാടിന്റെ യഥാർത്ഥ നാമം പഠിച്ചു വെക്കണേ, നാരായണൻ നമ്പൂതിരി എന്നാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമനിട്ടയുടെയാണ്. അതായത് കുറത്തി എന്ന് പറയുന്ന ഒരു ഫേമസ് കൃതിയാണ് കടമനിട്ടയുടെ. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുവോ എന്ന് തുടങ്ങുന്ന വരിയും കടമനിട്ടയുടെ കുറത്തിയിലെയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആരുടെയാ? കടമനിട്ട. അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കില്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ. ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന് പറയുന്ന കവിതയിലാണ് അമ്മേ
മാനേ വരൂ വരൂ, ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ. മാറ്റുവിൻ ചട്ടങ്ങളെ അതെന്ന് പറയുന്ന പ്രശസ്തമായ വരി കുമാരനാശാന്റെ ദുരവസ്ഥയിലെയാണ് കേട്ടോ, കുമാരനാശാന്റെ ദുരവസ്ഥയിൽ. അപ്പം ബാലാമണിയമ്മയുടെ ഏതായിരുന്നു മഴവെള്ളത്തിൽ എന്ന് പറയുന്നത്. കടമ്മനിട്ടയുടെ ഏതായിരുന്നു? കുറത്തി എന്ന് പറയുന്നതാണ് കടമ്മനിട്ടയുടെ. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ, ചങ്ങമ്പുഴയുടെ പഠിഞ്ഞു അല്ലെ, ഏത് കൃതിയായിരുന്നു ചങ്ങമ്പുഴയുടെ? വേതാള കേളി എന്ന് വിളിക്കുന്നതാണ്, വേതാള. അതുപോലെ ചങ്ങമ്പുഴയ്ക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്, ഏതാണെന്നറിയാമോ? ആരു വാങ്ങുവിൻ ആരാമത്തിൻ്റെ രോമാഞ്ചം. അതും ഫേമസ് ആയിട്ടൊരു പൂമാല, ചങ്ങമ്പുഴയുടെ പൂമാല എന്ന് പറയുന്നതാണ് ആരു വാങ്ങുവിൻ ആരാമത്തിൻ്റെ രോമാഞ്ചം. ആര് വാങ്ങും എന്നും പറഞ്ഞു വേറൊരു വരിയും ഉണ്ട് അതിൽ കേട്ടോ. അത് ചങ്ങമ്പുഴയുടെ ഏത് വരിയിലെ? പൂമാല. അതുപോലെ വേറൊരു ഫേമസ് ഉണ്ട് ചങ്ങമ്പുഴയുടെ, എന്തോ? മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. വാഴക്കുലയിലെ അല്ലേ, ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കൃതിയിലെ വാഴക്കുല. അതിലെ മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ആരുടെ കൃതിയുടെ? വാഴക്കുല, ചങ്ങമ്പുഴയുടെ. രക്തപുഷ്പങ്ങൾ എന്ന് പറയുന്ന അതിലെയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പന്തളം കേരളവർമ്മ. ജയ ജയ കോമള കേരളധരണി, കേരളത്തിന്റെ ഔദ്യോഗിക ഗാനം ബോധേശ്വരൻ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പന്തളം KP രാമൻപിള്ളയുടെ അല്ലയുടെ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് പറയുന്നത് ഇതിലെ കുമാരനാശാന്റെ പ്രശസ്ത വരികളാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ വയലാർ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. വയലാറിന്റെ കൃതികളാണ് അല്ലെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അത് ഏറ്റവും കുറച്ചേ എഴുതിയുള്ളൂ, ഇടയ്ക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വയലാർ തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ എന്ന് പറയുന്നത്. കവിത ചാട്ടവാറാക്കിയത് കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാടാണ്. പാലക്കാട് കിള്ളിക്കുറിശി മംഗലം അല്ലെ, ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലാണ് ആര് ജനിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്. ധോണി വെള്ളച്ചാട്ടം പാലക്കാടല്ലേ ആണ്. ധോണി വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, ഒരുവിധം കുറച്ച് റിവിഷൻ, ഒത്തിരി നേരമായാലും നിങ്ങൾക്ക് അത് ബോറായാലോ. അതുകൊണ്ട് അടുത്തൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുറേ സ്നേഹവായ്പുള്ള ആ മെസ്സേജുകൾ കാണുമ്പോഴാണ് നമുക്ക് അത്രയും ഒരു അധ്യാപകനെ ഇനിയും അവർക്ക് കൊടുക്കണം, അവർ പ്രതീക്ഷിച്ചിരിക്കുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും അന്ന് കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജുകൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അധ്യാപകനെ തന്നെ ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അവർക്ക് പ്രയോജനപ്പെടുന്ന കുറേ തരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് തുടങ്ങിയത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്ന, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും. നല്ലൊരു റാങ്ക് നേടണേ, നല്ല റാങ്ക്, ആദ്യത്തെ 100-നകത്ത് തന്നെ നേടി നല്ലൊരു ഉദ്യോഗം സ്വീകരിക്കുക. റവന്യൂ, രജിസ്ട്രേഷനോ, മോട്ടോർ വെഹിക്കിളോ, പഞ്ചായത്തോ എവിടെയാണെങ്കിലും നല്ലൊരു റാങ്ക് നേടുക എത്രയും പെട്ടെന്ന് കേട്ടോ. പഠിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും. നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.